ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അദ്ധ്യായം 3 മൂന്നാമത്തെ ശ്ലോകത്തെ പറ്റി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ലോകേസ്മിൻ ദിവ്വിധാനിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാഭോഗങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. രണ്ടാം അധ്യായത്തിൽ 39 ശ്ലോകത്തിൽ രണ്ടുവിധ യോഗങ്ങളെപ്പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം ആൻഡ് കർമ്മയോഗം. സാഖ്യയോഗം അഥവാ ജീവന്റെയും ജഡപദാർത്ഥത്തിൻ്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്തു പഠിക്കലാണ്. ഊഹാഭോഗങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും തത്വജ്ഞാനം നേടാൻ ഉദ്ദേശിക്കുന്നവരുടെ വഴി മറ്റേ കൂട്ടരുടേതാണ്. 61 ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും ബുദ്ധിയോഗമെന്ന കൃഷ്ണാവബോധത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവുമെന്നും മാത്രമല്ല ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നുകൂടി 39 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയോഗമെന്നാൽ പരംപൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും 61 ശ്ലോകത്തിൽ സ്പഷ്ടമാകുന്നുണ്ട്. അപ്പോൾ മതവും തത്വശാസ്ത്രവും എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ്. ഈ രണ്ടു യോഗങ്ങളും തത്വശാസ്ത്രമില്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും. ചിലപ്പോൾ മതഭ്രാന്തവും മതമില്ലാത്ത തത്വശാസ്ത്രവും മാനസികമായ ഊഹക്കച്ചവടമായി കലാശിക്കും. നിർവ്യാജമായി നിരപേക്ഷ തത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകരും ഒടുവിൽ കൃഷ്ണാവബോധത്തിലെത്തിച്ചേരുന്നതുകൊണ്ട് അത്യന്തലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജീവന് കൃഷ്ണനുമായുള്ള ബന്ധമെന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു. എല്ലാ പ്രക്രിയയും തത്വശാസ്ത്രപരമായ അനുമാനത്തിലൂടെ ക്രമേണ കൃഷ്ണാവബോധത്തിലെത്തുന്നത് വളഞ്ഞ വഴിയാണ്. കൃഷ്ണാവബോധത്തിലൂടെ കൃഷ്ണനുമായി ബന്ധപ്പെടുത്തുന്നതാണ് നേരിട്ടുള്ള വഴി. ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല. കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഭക്തിപൂർവമായ സേവനത്തിൻ്റെ നേരിട്ടുള്ള മാർഗമായ അത് പ്രയാസരഹിതവും അതേ സമയം ശ്രേഷ്ഠവുമാകുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.